ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ആത്മഹത്യാ ഡ്രോൺ ഇസ്രായേലിന്റെ സൈനിക താവളം ഭസ്മമാക്കി. സൈനികൻ കൊല്ലപ്പെടുകയും മൂന്നിലധികം സൈനികർക്ക് ഗുരുതര പരിക്കേറ്റ വിവരം പുറത്തു വന്നു. ഇത് സ്ഥിരീകരിച്ചത് ഇസ്രായേലാണ്. അതുകൊണ്ട് മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ലെബനാന്റെ കൈവശത്തിലുള്ള ബ്യൂഫോർട്ട് കാസിൽ എന്ന കോട്ട ഇസ്രായേൽ പിടിച്ചെടുത്തത്. ഷെഫീഖ് കോട്ട എന്നും അതിൽ പറയുന്നുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട ലിത്താനി നദിക്കും തെക്കൻ ലെബനാനിനും മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ഉയർന്ന ഭാഗത്തുള്ള പ്രദേശമാണ്. ചരിത്ര സ്മാരകമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ഈ കോട്ട ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. പിന്നാലെ തന്നെ ഡ്രോണിൻ്റെ പെരുമയ വർഷിക്കുന്നു. ഏറ്റവും ഒടുവിലുള്ള ആത്മഹത്യാ ഡ്രോണിലാണ് ഈ മേഖലയുടെ ഒരു ഭാഗം തകരുകയും സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തത്. തൊട്ടടുത്തുള്ള സൈനിക താവളത്തിന് നേരെ ആക്രമണം നടന്നു. അത് ഭസ്മമായി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അങ്ങനെയും പുറത്തു വന്നു. കുന്നിന് മുകളിലെ കോട്ടയ്ക്ക് സമീപം IDF സൈന്യം സുരക്ഷ ഒരുക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതും ദക്ഷിണ ലെബനാനെ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോട്ടയാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നും, എന്നാൽ നിലവിൽ ഇത് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വിവരം പുറത്തു വന്നു. അതിൽ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും ഉയരമുള്ള കോട്ടയാണ്, തായ്വാരത്തുള്ള നിരീക്ഷണ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും. മറ്റൊരു തരത്തിൽ പറയുന്നത്, തായ്വാരത്ത് നിന്ന് ഈ ഉയർന്ന കോട്ടയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലുള്ള ഡ്രോണുകളെല്ലാം ഒരു തരത്തിലും നിരീക്ഷിച്ചുകൊണ്ട് തകർക്കാൻ പറ്റാത്ത വിധമുള്ളതാണ് എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും അത്യാധുനിക ആയുധങ്ങളുടെ കലവറ തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലേക്ക് നിലവിലെത്തിയിട്ടുണ്ട്. എല്ലാവിധ നിരീക്ഷണത്തിനും അപ്പുറമാണ് അവരുടെ ഈ ആത്മഹത്യ ഡ്രോണിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ. വളരെ ചെറിയതും എന്നാൽ ശക്തിയുള്ളതും അതിവേഗം പറക്കുന്നതും വലിയ പ്രഹരശേഷിയുമുള്ളതാണ് ഈ ഡ്രോണുകൾ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ സംവിധാന കാര്യങ്ങളൊക്കെ, റഡാർ പോലെയുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ട്. കാര്യം, ഒരു പ്രദേശം പിടിച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർ ആ പ്രദേശത്തെ സ്ഥിരപ്പെടുത്താനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ചെയ്യുകയും പിന്നീട് അന്നക്സ് ആയിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രവൃത്തികളുണ്ട്. അത് ഇസ്രായേൽ തന്നെയാണ് ചെയ്യുക. മറ്റൊരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിൻ്റെ ഭൂമിയോട് കൂട്ടിച്ചേർത്തതായിട്ട് പാർലമെൻറ്റിൽ, അതായത് അവരുടെ നെസറ്റിൽ ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു. പിന്നെ അത് അവരുടേതായി അംഗീകരിക്കണം. അങ്ങനെ പല ഘട്ടത്തിലും പല വിഷയങ്ങളുണ്ടായിട്ട് ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഗോലാൻ കുന്ന് അവരങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ലെബനാൻ്റെ കയ്യിൽ നിന്ന് സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് അത് UN സഭയോ അതല്ലെങ്കിൽ മറ്റു ലോകരാജ്യങ്ങളോ അംഗീകരിച്ചിട്ടില്ല. അംഗീകാരം അവർക്കിട്ട് ആവശ്യമില്ല. അംഗീകരിക്കുന്നില്ല എന്നതിനാൽ അവരുമായിട്ട് യുദ്ധത്തിന് ചെയ്യാൻ ആരോട്ട് തയ്യാറാവുകയില്ല. യുദ്ധം ചെയ്യേണ്ടത് അമേരിക്കയാണ്. അമേരിക്ക ചെയ്യില്ല, ബ്രിട്ടൻ ചെയ്യില്ല, ഫ്രാൻസോ ഇറ്റലിയോ ജർമ്മനിയോ ചെയ്യില്ല. അങ്ങനെ പോകുന്നുണ്ട് ആ റൂട്ട്. എല്ലാവരും കൂടി തന്നെ ഒരു ഈ കോക്കസ് ആയിട്ടാണ് പല ഘട്ടത്തിലും പ്രവർത്തിക്കുന്നത്. കാരണം ഇസ്രായേൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ളവർക്കൊക്കെ വലിയ ആഗ്രഹവും താല്പര്യവുമാണ്. ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ഹിസ്ബുള്ള ഗ്രൂപ്പ് വളരെ കൃത്യതയോടുകൂടി വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തുന്നു. വലിയ മരണങ്ങളും നാശങ്ങളും നഷ്ടങ്ങളും കവചിത വാഹനങ്ങളും നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ സൈനികർ നഷ്ടപ്പെടുന്നു റിപ്പോർട്ട് ചെയ്യുന്നു. സൈനികർ നഷ്ടപ്പെടുക എന്നുള്ള രണ്ട് രീതിയിലാണ്. ഒന്ന്, സൈനികർ മരിക്കുന്നു, രണ്ടാമത് സൈനികരെ പിടികൂടപ്പെടുന്നു. ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിൽ ഇപ്പോൾ ഡസൻ കണക്കിന് സൈനികർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടല്ല. 4 പേരുണ്ട് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാര്യം അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഈ ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് പുറത്ത് വിട്ടിരുന്നു. ഈ പിടികൂടുന്നതോടനുബന്ധിച്ച് ചോദ്യം ചെയ്യുന്നതും അതിന് അവർ ഇസ്രായേലിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആണ് പുറത്ത് വിട്ടത്. ഈ സൈനികർ എന്തായി പോയി എന്നതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല എന്നതിനാൽ തന്നെ ഇത് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലുണ്ട് എന്നാണ് അനുമാനം. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള മോശപ്പെട്ട വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ചതിക്കപ്പെട്ടു എന്നുള്ളതും ഭ്രാന്തനാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന് ഇപ്പോൾ ലെബനാൻ ആക്രമിക്കാൻ ധൈര്യമില്ല. എന്നാൽ ഇതൊന്നും ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അവർ തിരിച്ചാക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തെക്കൻ ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിൽ നിന്ന് 4-ലധികം ഡ്രോണുകൾ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും, അത് ഒന്ന് ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്താണ് വീണത് എന്ന റിപ്പോർട്ടും ഉണ്ട്. പക്ഷേ അതിൽ ആളാപായവുമായിട്ട് ബന്ധപ്പെട്ടോ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല.
എന്താണെങ്കിലും ഈ മേഖല സങ്കീർണമായിരിക്കുന്ന പ്രശ്ന മേഖലമായിട്ട് തന്നെ മാറുകയാണ്. മുൻപത്തെ പോലെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ എത്രത്തോളം സൈനികരുണ്ടായിരുന്നോ ആ സൈനികർക്ക് പിടികൂടാൻ പാകത്തിലുള്ള അല്ലെങ്കിൽ പിടികൂടാൻ സാധിക്കുന്ന എല്ലാ സർവ്വ മേഖലയും അവർ പിടികൂടിയിട്ട് ഇസ്രായേലിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രദേശം പിടിച്ചെടുത്താൽ മാത്രം പോരാ, ആ പ്രദേശം വളഞ്ഞു വെച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈനികർ നിർബന്ധമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയുന്നത് ഇപ്പോഴാണ് അങ്ങനെ, അതായത് ചെറുത്തുനിൽപ്പ് കാര്യങ്ങളൊന്നും അറേബ്യൻ മേഖലയുടെ ഭാഗത്തു നിന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ, ലെബനാന് പോലുള്ള രാജ്യങ്ങളൊക്കെ ആ രാജ്യം തന്നെ മൊത്തത്തിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ആകെയുള്ളൊരു പ്രതിരോധം എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രതിരോധം മാത്രമാണ്. ഇറാൻ്റെ പ്രതിരോധം എന്ന് പറയാൻ മാരക പ്രതിരോധവുമാണ്, ചെറിയ പ്രതിരോധമല്ല. അമേരിക്ക തോറ്റുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതികൾ ഇങ്ങനെയാണ് പറയുന്നത്. ഈ സിറിയയുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ കുറേശ്ശെ പിടിച്ചെടുക്കുന്ന പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ അവിടെ പ്രതിരോധ സംവിധാനമായിട്ട് പുതിയൊരു സഖ്യ സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അത് ഗവൺമെൻറ് അല്ല എന്ന് പറയുന്നു, എന്നാൽ ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടിയാണ് എന്ന് പറയുന്നു. ഗോലാൻ കുന്നിൻ്റെ മേഖല ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. അഥവാ 3 മേഖലയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത്, ഒന്ന് ഈ സിറിയയുടെ കൈവശത്തിലുള്ളത്, മറ്റൊന്ന് UN-ൻ്റെ നേതൃത്വത്തിലുള്ള ഗോലാൻ കുന്നിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. വലിയ ഉയർച്ചയുള്ള ഭാഗമായതിനാൽ തായ്ഭാഗത്തുള്ള മേഖല നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലെബനാനെ കൊണ്ട് പറഞ്ഞ പോലെ, ലെബനാൻ്റെ കോട്ടയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സാധിക്കുന്നൊരു ഏരിയയാണ്. ഈ ഏരിയയിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ ഇസ്രായേൽ വിരുദ്ധ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അഥവാ ലെബനാനിൽ മാത്രമല്ല സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ടും ഉണ്ടാകുന്നു. അത് സിറിയയുടെ റിപ്പോർട്ടുകളൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലും പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ സൈനിക ബേസിന് നേരെയും കേന്ദ്രങ്ങൾക്ക് നേരെയും അവർ താമസിക്കുന്ന ഇടങ്ങൾക്ക് നേരെയും അവരുടെ സൂക്ഷിക്കപ്പെട്ട ആയുധങ്ങൾക്ക് നേരെയും ഒക്കെ നിരന്തരം എന്ന തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ഇപ്പോൾ ഉപയോഗിക്കുന്ന ആക്രമണത്തിൽ അവരുപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം അത്യാധുനിക ആയുധങ്ങളാണ് എന്ന് മാത്രമല്ല ഭയങ്കരമായിരിക്കുന്ന പ്രഹരശേഷിയുള്ളതാണ്. ആ പ്രഹരശേഷിയുള്ള ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന നാശങ്ങൾ ഉണ്ടാകും എന്ന കാരണത്താൽ ഇസ്രായേലി സൈന്യം വല്ലാത്ത രീതിയിൽ ഭയത്തിലാണ്. ഇതിലിപ്പോൾ മറ്റൊരു തരം പറയുന്നത് ഗസയുടെ കാവലിരിക്കുന്ന ഇസ്രായേൽ സൈനികരുണ്ട്. ആ കാവലിരിക്കുന്ന ഇസ്രായേൽ സൈനികരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും വലിയ ആശങ്ക ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ലെബനാനെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല. ശക്തമായിരിക്കുന്ന തിരിച്ചടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നു. രാത്രി കാലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം ഉണ്ടാകുന്നത് എങ്കിലും ഇപ്പോൾ അത് പകലിലെയും ആക്രമണം ഉണ്ടാകുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബങ്കറുകൾ കണ്ടുപിടിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ബങ്കറുകളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും ഇസ്രായേലിനില്ല. ബങ്കർ കണ്ടുപിടിക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഹമാസ് എവിടെയാണ് അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നു. എന്നാൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണം എങ്കിലും ഉണ്ടാകുന്നു. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തതിന് പ്രയാസമുണ്ട്. ആ തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ലെബനാൻ അതിശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ് ഇസ്രായേലിന് നേരെ നടത്തുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല എന്ന് ഏറ്റവും ഒടുവിൽ പോലും അവർ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവരുമായിട്ട് ചർച്ചയാവാം എന്ന് പോലും പറഞ്ഞിട്ട് ട്രംപുമായിട്ട് വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ചർച്ചയാവാം എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അവരെപ്പോഴും ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് ലെബനാനിലെ സർക്കാരിനോടാണ് ചർച്ച ചെയ്യുക, ഹിസ്ബുള്ള ഗ്രൂപ്പിനോടല്ല ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റൂട്ട് മാറിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അവരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അവർക്ക് പറ്റിയിരിക്കുന്ന മുറിവ് ചെറുതല്ല എന്നുള്ളത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.